അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ സെഷനിലെ 31ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തു തക്വീറിലെ 23 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഖിറാഅത്തൊന്ന് ശ്രവിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം. ഇനി നമുക്കതിലെ 23ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും വിശദീകരണവും നോക്കാം. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ്. മുഹമ്മദ് നബി കണ്ടിട്ടുണ്ട് എന്നാണ്. ആയത്തിൻ്റെ വാക്കർത്ഥം നോക്കാം. വലഖദ് തീർച്ചയായും റആഹു അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അഥവാ മുഹമ്മദ് നബി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖ് നഭോമണ്ഡലത്തിൽ വെച്ച്, അല്ലെങ്കിൽ ചക്രവാളത്തിൽ വെച്ച്. അൽ മുബീൻ പ്രത്യക്ഷമായ അല്ലെങ്കിൽ തെളിമയാർന്ന. ഇനി നമുക്കതിൻ്റെ വിശദീകരണം ഇമാം ഇബ്നു ആശൂർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഹ്ദീർ വ തൻവീറിൽ പറയുന്നതായി കൊണ്ട് വായിക്കാം. അൽ ഉഫുഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഫദാഉല്ലദി യബ്ദു ലിൽ ഐനി മിനൽ ഖുർറത്തിൽ ഹവാഇയ്യ ബൈന തർഫൈ മത്ലഇ ശംസി വ മഗ്രിബിഹ. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ആ ഒരു മണ്ഡലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ്. അഥവാ അൽ ഫലാ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ്, ആകാശലോകത്തുള്ള ആ ഒരു സ്പേസ്, നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുന്ന, നമ്മുടെ കണ്ണുകൾക്ക് പ്രത്യക്ഷമാകുന്ന ആ ഒരു സ്പേസിനെയാണ് ഫലാ എന്ന് വിളിക്കുന്നത്. അഥവാ ഒന്നുകൂടി പറയുകയാണെങ്കിൽ മിൻ ഹൈസു യലൂഹു ലൗഉൽ ഫജ്രി വയബ്ദു ശഫഖുൽ ഖുറൂബി വഹുവ യലൂഹു കഅന്നഹു ഖുബ്ബത്തുൻ സർഖാ. അഥവാ പ്രഭാതത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും സമയത്തുള്ള പ്രത്യേകമായ ആ ഒരു വെളിച്ചം, ആ ഒരു ഷഫഖ്, അത് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു മേഖലയെയാണ്, അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തെയാണ് ഇവിടെ ഉഫുഖ് എന്ന് വിളിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരിക വൽ മഅന റആഹു മാ ബൈനസ് സമാഇ വൽ അർളി. ജിബ്രീലിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ കണ്ടു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അൽ മുബീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് വസ്ഫുൽ ഉഫുഖ്, അഥവാ ഉഫുഖ് ചക്രവാളം. ആ ചക്രവാളത്തിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായി തെളിമയോടുകൂടി നിൽക്കുന്ന ആ ചക്രവാളത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകൻ കണ്ടു. ലിൽ ഉഫുഖിൽ വാദിഹൽ ബയ്യിൻ, വളരെ വ്യക്തവും സ്പഷ്ടവുമായി നിൽക്കുന്ന ആ ഒരു ചക്രവാളത്തിൽ അദ്ദേഹത്തെ കണ്ടു എന്നാണ്. അതാണ് പറയുന്നത് വൽ മഖ്സൂദു മിൻ വസ്ഫി മിൻ ഹാദൽ വസ്ഫി നഅത്തുൽ ഉഫുഖ് അല്ലദീ തറാഅ മിൻഹു ജിബ്രീൽ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷമാകുന്ന ആ ഒരു സന്ദർഭത്തിലുള്ള ചക്രവാളത്തിൻ്റെ അവസ്ഥ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ വ്യക്തമായി നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. بأنه أفق واضح بين لا تشتبه فيه المرئيات ولا يتخيل فيه الخيال. അഥവാ കേവലം അതൊരു നമ്മുടെ ഭാവനകൾ കൊണ്ട് ചിത്രീകരിക്കപ്പെട്ടതല്ല, മറിച്ച് വളരെ വ്യക്തമായ ഒരു ഉഫുഖിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് പ്രവാചകന് തോന്നിയതാണ്, അല്ലെങ്കിൽ ഒരു തോന്നലുകൾക്കോ അല്ലെങ്കിൽ ഒരു ഭാവനകൾക്കോ വകുപ്പുള്ള രീതിയിലല്ല ആ ഒരു ഉഫുഖ് അപ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പൊ ഈ ഒരു വിശേഷണം കൊണ്ട് അവിടെ അർത്ഥമാക്കപ്പെടുന്നത് ജുഇലത്തിൽ കസിഫത്തു അലാമത്തൻ അലാ അന്നൽ മർഇ മലക്കുൻ വലൈസ ബിഖയാലിൻ. അത് മലക്ക് തന്നെയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന മലക്ക് തന്നെയാണ് പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അത് ഒരിക്കലും പ്രവാചകന്റെ തോന്നലുകളോ അതല്ലെങ്കിൽ കേവലം ഒരു ഭാവനയോ ആക്കി ചുരുക്കാൻ സാധിക്കുകയില്ല എന്നൊരു പ്രത്യക്ഷമായ അർത്ഥം തന്നെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിങ്ങനെ ഒന്നുകൂടി എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നാൽ ലിഅന്നൽ അഖീല അല്ലതി യതഖയ്യലുഹാ അൽ മജാനീൻ ഇന്നമാ യതഖയ്യലൂനഹാ അലൽ അർളി താബിഅതൻ ലഹും അലാ മാ തഅവ്വദൂഹു മിൻ വഖ്തി സിഹ. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും പല ഭ്രാന്തന്മാരും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പല കുഫാറുകളും
അതിനെ എതിർക്കുകയും അത് കേവലം ഭാവനയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് എന്ന കാരണത്താലാണ് ഇത്തരത്തിൽ അൽ ബയ്യിൻ എന്ന വിശേഷണം വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ഉഫുക്കിനെ വിശേഷിപ്പിച്ചത് എന്നാണ്. ഇനി നമുക്കതിൻ്റെ വിശദീകരണം ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നതായി കൊണ്ട് വായിക്കാം. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി വലഖദ് റആ മുഹമ്മദുൻ ജിബ്രീൽ അല്ലദീ യഅതീഹി ബിർരിസാലത്തി അനില്ലാഹി അസ്സ വജൽ അല സൂറത്തി അല്ലതി ഖലഖഹു അല്ലാഹു അലൈഹാ ലഹു 600 ജനാഹ്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ സാക്ഷാൽ രൂപത്തോടു കൂടി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കാണുകയും ചെയ്തു. ആ ജിബ്രീലിനെ അള്ളാഹു എങ്ങനെയാണോ സൃഷ്ടിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ നേരിട്ട് കണ്ടു എന്നാണ്. ബിൽ ഉഫുഖിൽ മുബീൻ എന്ന് പറഞ്ഞാൽ ഐ അൽ ബയ്യിൻ, അഥവാ വ്യക്തമായ ആ ഒരു ഉഫുഖിൽ ചക്രവാളത്തിൽ വെച്ചുകൊണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് വഹിയ റുഇയത്തുൽ ഊല അല്ലതി കാനത് ബിൽ ബത്ഹയിൽ വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ കണ്ട ആ ഒരു സന്ദർഭമാണ് ഇവിടെ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നത് എന്നാണ്. വഹിയൽ മദ്കൂറതു ഫീ ഖൗലിഹി, ഈ ഒരു റുഇയത്തിനെ സംബന്ധിച്ച് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നജ്മിലെ 5 മുതൽ 10 വരെയുള്ള വചനങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലമഹു ശദീദുൽ ഖുവ, ശക്തിയുള്ളവനും അതേപോലെ തന്നെ കഴിവുള്ളവനുമായ ഒരു മലക്കാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ദുമിറത്തിൻ ഫസ്തവ, കരുത്തുള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തെ ആ പ്രവാചകന്റെ മുന്നിൽ സാക്ഷാൽ രൂപത്തിൽ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളത്. വഹുവ ബിൽ ഉഫുഖിൽ അഅല, അഥവാ ഏറ്റവും അത്യുന്നതമായ ഒരു മണ്ഡലത്തിലായിക്കൊണ്ടായിരുന്നു, അങ്ങനെ ആ ഒരു മണ്ഡലത്തിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സുമ്മദന, പിന്നീട് അദ്ദേഹം അടുത്തു വരികയും ചെയ്തു. ഫതദല്ല, അങ്ങനെ കൂടുതൽ അടുക്കുകയും ചെയ്തു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, അങ്ങനെ അദ്ദേഹം 2 വില്ലുകളുടെ അകലത്തിലോ അതല്ലെങ്കിൽ അതിനേക്കാൾ അടുത്തതോ ആയി മാറുകയും ചെയ്തു. ഫഔഹ ഇല അബ്ദിഹി മാ ഔഹ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ ദാസന് ബോധനം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വഹിയായിക്കൊണ്ട് ആ മലക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മാ കദബൽ ഫുആദു മാ റഅ, അദ്ദേഹം കണ്ട ആ കാഴ്ച അതൊരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റുഇയത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തു നജ്മിലും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സൂറത്തു തക്വീറിലും അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ആ റുഇയത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. മാത്രമല്ല ഇത് ഒന്നാമത്തെ റുഇയത്ത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത് എന്നത് മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വദ്ദലീലു അന്നൽ മുറാദ ബിദാലിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിനുശേഷം പറയുന്നു വല്ലാഹിറു വല്ലാഹു അഅലം അന്ന ഹാദിഹി സൂറ നസലത് ഖബ്ല ലൈലത്തുൽ ഇസ്റാ, അഥവാ ഇസ്രാഇന്റെ മുമ്പ് ഉള്ള സാഹചര്യത്തിലാണ് ഈ ഒരു വചനം അവതീർണമാകുന്നത്. ലഅന്നഹു ലം യദ്കുർ ഫീഹാ ഇല്ലാ ഹാദിഹി റുഅയ വഹിയൽ ഊല, അവിടെ ഇസ്രാഇന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തവണ മാത്രമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുള്ളത്. ഇസ്രായിന് ശേഷം ഇസ്രാ മിഅറാജിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകൻ കണ്ടത് സൂറത്തുൻ നജ്മിലെ 13 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതവിടെ പറയുന്നുണ്ട് വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ, അഥവാ വലഖദ് റഅഹു നസ്ലതൻ ഉഖ്റ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം ആ മലക്കിനെ കണ്ടിട്ടുണ്ട്. ഇൻദ സിദ്റത്തിൽ മുൻതഹ, അറ്റത്ത് നിൽക്കുന്ന ഇലന്ത മരത്തിനടുത്ത് വെച്ചാണത്. ഇൻദഹാ ജന്നത്തുൽ മഅവ, അത് അതിൻ്റെ അടുത്താണ് താമസിക്കുവാനുള്ള സ്വർഗവും ഉള്ളത്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ആ ഇലന്ത മരത്തെ ആവരണം ചെയ്യുന്നതൊക്കെ അതിനെ ആവരണം ചെയ്തിരുന്നപ്പോൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രാ മിഅറാജിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സൂറത്തുൽ നജ്മിലാണ് അതുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ നജ്മിലെ 13, 14, 15, 16 വചനങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് എന്ന കാരണത്താൽ തന്നെ, അതേപോലെ തന്നെ ഈ ഒരു വചനം ഇസ്രാഇന്റെ മുമ്പ്, ഈ സൂറത്തു തക്വീർ ഇസ്രാഇന്റെ മുമ്പ് അവതീർണമായിട്ടുണ്ട് എന്ന കാരണത്താലും, അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൻ്റെ മുമ്പ് മറ്റൊരു കാഴ്ചയായിക്കൊണ്ട് എവിടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടതായി പരാമർശിക്കപ്പെടുന്നില്ല എന്ന കാരണത്താലും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്
ബത്ഹായിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകൻ കണ്ടത് തന്നെയാണ് അർത്ഥമാക്കപ്പെടുന്നത് എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. 24-ാമത്തെ ആയത്ത് വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ. ആയത്തിന്റെ അർത്ഥം അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെപ്പറ്റി പിശുക്ക് കാണിക്കുന്ന ആളുമല്ല. ആയത്തിന്റെ വാക്കർത്ഥം നോക്കാം. വമാ ഹുവ അദ്ദേഹം അല്ലതാനും, അലൽ ഗൈബി അദൃശ്യ വിവരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ബിദനീൻ പിശുക്ക് കാണിക്കുന്നവനല്ല. അതിന്റെ വിശദീകരണം ഇബ്നു കസീറിൽ നിന്നും ആദ്യമായി നമുക്ക് വായിക്കാം. ഇവിടെ വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ എന്ന് പറഞ്ഞത് ഐ വമാ മുഹമ്മദുൻ അലാ മാ അൻസലഹുല്ലാഹു ഇലൈഹി ബിദനീൻ ഐ ബിമുത്തഹം. അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ആക്ഷേപാർഹനല്ല, അല്ലെങ്കിൽ അദ്ദേഹം പിശുക്ക് കാണിക്കുന്നവനല്ല. അവിടെ രണ്ട് രീതിയിൽ അർത്ഥം നൽകിയതായി കാണാൻ സാധിക്കും. വമിൻഹും മൻ ഖറഅ ദാലിക ബിദ്ദാദ്, അഥവാ ദാദ് വെച്ചുകൊണ്ടും ലാ വെച്ചുകൊണ്ടും അർത്ഥം പറയുന്നതായി കാണാൻ സാധിക്കും. ഖിറാഅത്ത് നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഐ ബി ബഖീലിൻ, ദാദ് വെച്ചുകൊണ്ടാണ് അർത്ഥം പറയുന്നത് എങ്കിൽ, അപ്രകാരമാണ് ഖിറാഅത്ത് നടത്തുന്നത് എങ്കിൽ അവിടെ അർത്ഥം വരിക ബഖീൽ പിശുക്കൻ എന്നർത്ഥമാണ്. എന്നാൽ ലാ വെച്ചുകൊണ്ടാണ് ഖിറാഅത്ത് നടത്തുന്നത് എങ്കിൽ, ബിളനീൻ എന്നാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം വരിക മുത്തഹം എന്നാണ്, അഥവാ ആക്ഷേപിക്കപ്പെടുന്നവൻ എന്നർത്ഥമാണ് ഇവിടെ വരിക. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാം, ലനീനുൻ വദനീനുൻ സവാഉൻ. രണ്ട് രീതിയിലും ഖിറാഅത്ത് നടത്തിയാൽ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, അതിലൂടെ ആശയം ഒന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുക എന്നാണ്. ഐ വമാ ഹുവ ബികാദിബിൻ, അഥവാ അദ്ദേഹം കളവ് നടത്തിയിട്ടില്ല, വഹി ലഭിച്ച വിഷയത്തിൽ അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല. വമാ ഹുവ ബിഫാജിറിൻ, അദ്ദേഹം തെമ്മാടിയായിട്ടുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫുജൂറത്തും ഒരു തെമ്മാടിത്തരവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അവിടെ ലനീൻ എന്ന് പറഞ്ഞാൽ മുത്തഹം എന്നാണ് അർത്ഥം, ദ്വനീൻ എന്ന് പറഞ്ഞാൽ ബഖീൽ എന്നാണ് അർത്ഥം. ലനീൻ ആദ്യമായി കൊണ്ട് ലനീൻ എന്ന ഖിറാഅത്തിന്റെ അർത്ഥം പറയുന്നത് മുത്തഹം അഥവാ ആക്ഷേപിക്കപ്പെടുന്നവൻ. ദ്വനീൻ ദോദ് വെച്ചുകൊണ്ടാണ് എങ്കിൽ ബഖീൽ എന്നർത്ഥമാണ്, അഥവാ പിശുക്ക് കാണിക്കുന്നവൻ എന്നർത്ഥമാണ് വരിക. ഇനി ഇബ്നു കസീർ ഉസൈമീൻ റഹ്മഹുല്ലാഹ് നൽകിയ വിശദീകരണം നോക്കാം. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ എന്ന് പറഞ്ഞാൽ യഅനി വമാ മുഹമ്മദുൻ അലൽ ഗൈബി, അഥവാ മുഹമ്മദ് പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം ഗൈബിന്റെ വിഷയത്തിൽ ലനീനായിട്ടില്ല അല്ലെങ്കിൽ ദ്വനീനായിട്ടില്ല. യഅനി അലൽ വഹി അല്ലദീ ജാഅഹു മിൻ ഇൻദില്ലാഹി ബിമുത്തഹം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വഹികളിൽ അവതരിപ്പിക്കപ്പെട്ട ഏതൊരു കാര്യമാകട്ടെ അതിലൊന്നും പ്രവാചകൻ പിശുക്ക് കാണിച്ചിട്ടുമില്ല, ആക്ഷേപിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. ലനീൻ എന്ന് പറഞ്ഞാൽ മുത്തഹം എന്നാണ് അർത്ഥം, ദ്വനീൻ എന്ന് പറഞ്ഞാൽ ബഖീൽ എന്നാണ് അർത്ഥം. അതും അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലയും ഇതേ രീതിയിൽ അർത്ഥം നൽകിയതായി കാണാൻ സാധിക്കും. ഇപ്പൊ രണ്ട് രീതിയിൽ നോക്കുകയാണെങ്കിലും ദോദ് വെച്ചുകൊണ്ടും ലോ വെച്ചുകൊണ്ടും ഖിറാഅത്ത് നടത്തുകയാണെങ്കിലും ശരി, ഇവിടെ ആശയം ഒന്ന് തന്നെയാണ് വരിക. അതെന്താണ്? ഫഹുവ അലൈഹി സ്വലാത്തു വസ്സലാം ലൈസ ബിമുത്തഹം ഫിൽ വഹി വലാ ബാഖിലുൻ ബിഹി, അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ വിഷയത്തിൽ ആക്ഷേപിക്കപ്പെടുകയും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ പിശുക്ക് കാണിക്കുകയും ചെയ്തിട്ടില്ല. രണ്ടും ഒരേ ആശയം തന്നെയാണ് വരിക എന്നാണ്. ബൽ ഹുവ അശദ്ദുന്നാസി ബദ്ലൻ ലിമാ ഉഹിയ ഇലൈഹി, എന്നാൽ വഹീ നൽകപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ്. യുഅല്ലിമുന്നാസ് ഫി കുല്ലി മുനാസിബ, ഓരോ സാഹചര്യത്തിലും ഏതൊരവസരം ലഭിക്കുമ്പോഴും അവിടെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതപരമായിട്ടുള്ള വഹിയായി തനിക്ക് ലഭിച്ച കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധമായിരുന്നു. വഹുവ അബ്അദുന്നാസ് അനിത്തുഹുമ, ആക്ഷേപത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഏറ്റവും വിദൂരത്തിൽ നിൽക്കുന്നവൻ കൂടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആക്ഷേപിക്കപ്പെടുവാൻ യാതൊരു വകുപ്പും കാണുവാൻ സാധിക്കാത്ത വിധമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം ഉണ്ടായിരുന്നത് എന്നാണ്. ലികമാലി സിദ്ഖിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അത് പരിപൂർണമായും പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സിദ്ഖ് സത്യസന്ധത കാരണത്താൽ തന്നെയാണ് എന്നും അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ്. ഇനി അവസാനമായി കൊണ്ട് 25-ാമത്തെ വചനം വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം, അത് അഥവാ ആ വിശുദ്ധ ഖുർആൻ ശപിക്കപ്പെട്ട വല്ല പിശാചിന്റെയും വാക്കല്ലതാനും. ആയത്തിന്റെ വാക്കർത്ഥം നോക്കാം. വമാ ഹുവ അതല്ലതാനും, ബിഖൗലി ശൈത്താനിൻ ഒരു പിശാചിന്റെയും വചനമല്ല, ഒരു പിശാചിന്റെയും വാക്കല്ല. റജീം ആട്ടപ്പെട്ട അല്ലെങ്കിൽ ശപിക്കപ്പെട്ട ഒരു പിശാചിന്റെയും വചനമല്ല എന്നാണ്.
ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല നൽകിയ വിശദീകരണം നോക്കാം. വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ഐ ലൈസ ബിഖൗലി അഹദിൻ മിനശ് ശയാത്തീൻ, അഥവാ പിശാചുക്കളിൽ നിന്നുള്ള ഒരാളുടെയും സംസാരം ആ വിശുദ്ധ ഖുർആനിന്റെ ഇടയിലേക്ക് കയറി ചെന്നിട്ടില്ല എന്നതാണ്. വഹും അൽ കഹന അല്ലതീന തൂഹി ഇലൈഹിമുശ് ശയാത്തീനുൽ വഹി, അഥവാ പിശാച് നൽകുന്ന ബോധനമോ പിശാച് നൽകുന്ന തോന്നലുകളോ ഒന്നും തന്നെ ഈ ഒരു വിശുദ്ധ ഖുർആനിന്റെ ഇടയിലേക്ക് കയറി ചെന്നിട്ടില്ല. വയക്ദിബൂന മഅഹു വയഖ്ബിറൂന അന്നാസ് ഫയദുന്നൂനഹും സ്വാദിഖീൻ, ആ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും ആ പിശാച് ജനങ്ങളോട് പല രീതിയിലുള്ള കളവുകൾ അവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്യും. അത് സത്യമാണെന്ന് ജനങ്ങൾ വിചാരിക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിലും ശരി, വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു ചെല്ലുവാനോ അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനോ അതിൽ വെട്ടിച്ചുരുക്കലുകൾ സംഭവിപ്പിക്കുവാനോ പിശാചുകൾക്ക് സാധിച്ചിട്ടില്ല. അതിലൊരു വാക്കുപോലും പിശാചിൻ്റെതായിട്ട് ഇല്ല എന്ന് തന്നെയാണ്. ഇമാം ബഗവി റഹ്മഹുല്ല പറയുന്നു, വമാ ഹുവ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാനി അൽ ഖുർആൻ, അഥവാ ഈ വിശുദ്ധ ഖുർആനിനെയാണ് ഹുവ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ബിഖൗലി ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ഇമാം കൽബി റഹ്മഹുല്ല പറയുകയാണ്, യഖൂലു ഇന്നൽ ഖുർആന ലൈസ ബിശഅരിൻ വലാ ബികഹാനത്തിൻ കമാ ഖാലത് ഖുറൈശ്, ഖുറൈശികൾ പറഞ്ഞുണ്ടാക്കിയിരുന്നത് പോലെ വിശുദ്ധ ഖുർആൻ ഒരിക്കലും തന്നെ ഒരു കവിതയല്ല, ഒരു ശിഅറല്ല, അതേപോലെ തന്നെ ഒരിക്കലും തന്നെ ഒരു കഹാനത്തല്ല, ഒരു ജോത്സ്യന്റെ സംസാരവും അല്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഉണ്ടായിരിക്കേണ്ടതില്ല എന്നാണ്. അത് അവർ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ ആരെങ്കിലും ഉണ്ടാക്കിയ കവിതയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജോത്സ്യന്റെ ചില സംസാരങ്ങളോ ഒന്നും തന്നെയല്ല എന്ന് ഈ വചനം അർത്ഥമാക്കുന്നുണ്ട് എന്നാണ്. ഇനി അത്തഹ്രീർ വ തൻവീറിൽ ഇമാം ഇബ്നു ആശൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഖദ് ഉലിമ അന്ന ദമീർ ആയിദുൻ ഇലൽ ഖുർആൻ, ഇവിടെ ഹുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ലിഅന്നഹു അഖ്ബറ അനിൽ ദമീർ ബിൽ ഖൗലില്ലദീ ഹുവ മിൻ ജിൻസിൽ കലാം, അഥവാ ഇവിടെ ഈ ഒരു സംസാരത്തിന്റെ ഉള്ളിലൂടെ ആ ഒരു ആയത്ത്, ആ ഒരൊറ്റ വചനത്തിന്റെ ഉള്ളിലൂടെ എന്താണ് ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വമാ ഹുവ എന്ന് മുമ്പ് പറഞ്ഞിട്ടില്ല എങ്കിലും അത് ഖുർആനാണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ഫകാനൽ മുഖ്ബർ അൻഹു മിൻ ഖബീലിൽ അഖ്വാലി ലാ മഹാല, കാരണം അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നതും ജിബ്രീൽ വഹി കൊണ്ടുവരുന്നതുമൊക്കെയായുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ജിബ്രീൽ കൊണ്ടുവന്ന വഹി എന്താണ് എന്ന് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ലൊമീർ പറയുമ്പോൾ ഹുവ അല്ലെങ്കിൽ ഹിയ അല്ലെങ്കിൽ ഇന്നഹു അങ്ങനെയുള്ള ലൊമീറുകളൊക്കെ പറയുമ്പോൾ തൊട്ടു മുമ്പുള്ള ഒരു കാര്യത്തിലേക്ക് മടങ്ങൽ അനിവാര്യമാണ്. എന്നാൽ ഇവിടെ അങ്ങനെ തൊട്ടു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് തൊട്ടു മുമ്പ് പരാമർശിച്ചിട്ടില്ല എന്ന കാരണത്താൽ അത് വിശുദ്ധ ഖുർആനല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് തൊട്ടു മുമ്പ് വിശുദ്ധ ഖുർആനിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാരണത്താൽ ഇവിടെ വമാ ഹുവ എന്നതിലെ ഹുവ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നേരത്തെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ വിശദീകരണത്തിൽ നിന്ന് നാം വായിച്ചതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വഹാദാ ഇബ്താലു ലിഖൗലിൽ മുശ്രിക്കീൻ ഫീഹി ഇന്നഹു കാഹിൻ, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കീങ്ങൾ പറഞ്ഞുണ്ടാക്കിയിരുന്നത് പോലെ അദ്ദേഹം ഒരു ജോത്സ്യനാണ്, ആ ജോത്സ്യന്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ എന്ന ആ ഒരു വാദത്തെ പരിപൂർണമായും തകർത്തടിച്ചു കളയുകയാണ് ഈ ഒരു വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത്. ഫഇന്നഹും കാനൂ യസഉമൂന അന്നൽ കുഹാൻ തഅതീഹിമു ശയാത്തീൻ ബിഅഖ്ബാരിൽ ഗൈബ്, അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈബിയായിട്ടുള്ള അദൃശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പിശാചുക്കൾ ഈ ജ്യോത്സ്യന്മാരുടെ അരികിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അതേപോലെ മുഹമ്മദ് നബിയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഏതൊക്കെയോ ചില പിശാചുക്കൾ പ്രവാചകന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഗൈബിയായുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാണ്. അപ്പൊ അതിനെ പരിപൂർണമായും തകർത്തെറിയുന്ന രീതിയിലാണ് ആ പ്രവാചകന്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തി, അത് ആ മലക്ക് ഒരിക്കലും തന്നെ ഒരു പിശാചല്ല. ആ പ്രവാചകന്റെ അരികിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളാകട്ടെ അതൊരിക്കലും ഒരു ജോത്സ്യന്റെ സംസാരവുമല്ല, മറിച്ച് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. കൊണ്ടുവന്ന് കൊടുക്കുന്ന ദൂതൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന് അവരുടെ വാദത്തെ പരിപൂർണമായും തകർത്ത് കളയുന്ന രീതിയിലാണ് ഈ ഒരു സംസാരമുള്ളത് എന്നാണ്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഹാഖയിലെ 41-ാമത്തെ വചനത്തിലും 42-ാമത്തെ വചനത്തിലുമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത്, വമാ ഹുവ ബിഖൗലി ശാഇർ, അതൊരു കവിയുടെ സംസാരമല്ല. ഖലീലൻ മാ തുഅ്മിനൂൻ, നിങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ.
വലാ ബിഖൗലി കാഹിൻ, അതൊരു ജ്യോത്സ്യന്റെയും സംസാരമല്ല. ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങളിൽ ചിന്തിക്കുന്നവർ വളരെ കുറച്ച് മാത്രമുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും തന്നെ ഒരു ജ്യോത്സ്യന്റെയോ അല്ലെങ്കിൽ ഒരു കവിയുടെയോ സംസാരമായി കൊണ്ട് ഒതുക്കി നിർത്തുകയോ അത് തള്ളിക്കളയുകയോ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഈ ഒരു വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ അപ്രകാരം തന്നെ കാണുവാനും അത് നമ്മുടെ പ്രമാണമാണ് എന്ന ബോധം നിരുപാധികം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് കേവലം ഒരു പുസ്തകമായി കൊണ്ട് അടച്ചു വെക്കുകയോ അത് നമ്മുടെ ഷോക്കേസുകളിൽ എടുത്തു വെക്കാനുള്ള ഒരു അലങ്കാര വസ്തുവാക്കി മാറ്റുകയോ ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ പഠനത്തിന് വേണ്ടി സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനനുസൃതമായിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ, ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.